നമസ്കാരം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. നമ്മളെല്ലാവരും നന്മകളാൽ സമ്പന്നരുമാണ്. അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു, അതെങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ നന്മയെ വിടർന്നു നിൽക്കുന്ന ഒരു പൂവുമായി നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, വിടർന്നു നിൽക്കുന്ന പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അത് എത്ര നേരം വേണമെങ്കിലും നമ്മൾ ആസ്വദിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പൂവാണെങ്കിൽ ഒട്ടേറെ സമയം നമ്മൾ ആസ്വദിക്കും. ഒപ്പം ആ പൂവൊന്ന് കൊഴിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ, വാടി തളർന്ന് താഴെ വീണാൽ അതിൻ്റെ മുകളിൽ ചവിട്ടി നിന്ന് വേറൊരു പൂവിൻ്റെ ഭംഗിയും നമ്മൾ ആസ്വദിക്കും. മനുഷ്യൻ്റെ ജീവിതവും നമ്മുടെയൊക്കെ ജീവിതവും അതുപോലെയാണ്. നമുക്ക് കരുത്ത് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ നമുക്ക് ചുറ്റും കുറേ മനുഷ്യരുണ്ടാവും നമ്മളെ നല്ലത് പറയാൻ, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ. പക്ഷെ നമുക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെ ചവിട്ടി താഴ്ത്താനും തള്ളി പറയാനും ഈ ആളുകൾ തന്നെയാണ് മുന്നിൽ ഉണ്ടാവുക. ഇതിലെ നന്മകൾ വാടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹപൂർവ്വം, ശ്രീ മുൻകണ്ണൻ.